ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഐ ആം ഓഡിബിൾ. വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നാം ഉള്ളത്. ഇന്നത്തെ സെഷനിൽ ട്രെയിനിങ് അവതരിപ്പിക്കുന്ന ട്രെയിനറെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൾ റസാഖ്, ഖത്തറിൽ നിന്നാണ്. സ്വദേശം ആലുവ, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഫൈസൽ സാറിന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള കോഴ്സുകൾ വിംബിൾ അക്കാദമി നടത്തുന്നുണ്ട്. അതിൽ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഈ ട്രെയിൻ ദ ട്രെയിനേഴ്സിൽ അവതാരകരായി എത്താറുള്ളത്. ഞാനും ഇതിൻ്റെ ബാച്ച് 22 സ്റ്റുഡൻറ് കൂടിയാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് നമ്മുടെ കരിയർ ഡെവലപ്മെന്റ് ചെയ്യാനും പേഴ്സണൽ ഗ്രോത്തും നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു കോഴ്സാണ്. ഇന്നത്തെ ഇവിടെ ട്രെയിനറായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് ആയുർവേദ ഡോക്ടറും സൈക്കോ തെറാപ്പിസ്റ്റും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ കാലിക്കറ്റിൽ സ്വന്തമായി ക്ലിനിക് നടത്തുന്ന, കാലിക്കറ്റ് വടകരയിൽ സ്വന്തമായി ക്ലിനിക് നടത്തുന്ന ഡോക്ടർ അനു മുരളീകൃഷ്ണയാണ്. മാം ഇന്നിവിടെ എടുക്കുന്ന സബ്ജക്ട് ടോപ്പിക് ലോഞ്ച് ആൻഡ് ഗ്രോ യുവർ പ്രൊഫഷണൽ ക്ലിനിക് എന്നുള്ളതാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ളവർ കൗൺസിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും വളരെ അത്യാവശ്യമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു വിഷയമാണിത്. എങ്ങനെയാണ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ ചലഞ്ചസ്, ഇൻഫ്രാസ്ട്രക്ചർ, രജിസ്ട്രേഷൻ പ്രോസസ്സ്, അതിൻ്റെ പ്ലാനിങ്, ലീഗൽ ഇഷ്യൂസ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, പിന്നെ സ്റ്റാഫിംഗ് പാറ്റേൺസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് ഇത്. ഇന്ന് ഇതിനെക്കുറിച്ച് മാം 100% നീതി പുലർത്താൻ മാമിന് കഴിയും എന്ന് ഉറപ്പാണ്. കാരണം സ്വന്തമായി മാമിന് വടകരയിൽ ഒരു ക്ലിനിക് ഉണ്ട്. എന്നിട്ട് മാമിന്റെ അനുഭവങ്ങൾ എല്ലാം പങ്കുവച്ചിട്ട് ഈ സെഷൻ നല്ലൊരു സെഷനാക്കി, നല്ലൊരു ഇന്ററാക്റ്റീവോടുകൂടി നല്ലൊരു സെഷനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെഷൻ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ ട്രെയിൻ ദ ട്രെയിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദി മാമിനായി കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു അബ്ദുൾ റസാഖ് സർ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ സർ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് ഡോക്ടർ അനു മുരളീകൃഷ്ണൻ. ആയുർവേദ ഡോക്ടർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. എന്റെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് വടകരയിലാണ്. അപ്പൊ ഞാനൊരു 4 വർഷമായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ലോഞ്ച് ആൻഡ് ഗ്രോ യുവർ പ്രൊഫഷണൽ ക്ലിനിക് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇതില് സ്വന്തമായി ക്ലിനിക്ക് ഉള്ള ആരൊക്കെ ഉണ്ട്? ഉണ്ടോ ആരെങ്കിലും? ക്ലിനിക്ക് നടത്തുന്ന ആരെങ്കിലും ഇതിലിരിക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പൊ നമ്മളൊരു ക്ലിനിക്ക്, നമ്മുടെ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് വേണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ബിഗ് ഡ്രീം ആണല്ലേ. നമ്മുടെ സ്വന്തമായിട്ടൊരു സ്പേസ്, നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി. ഇത് മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മിഷൻ എന്നുള്ളതാണ് നമ്മളൊരു ക്ലിനിക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വെറും പ്രൊഫഷൻ മാത്രമല്ല, ഒരു പർപ്പസ് ആണ് എന്നുള്ളതാണ്. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ.
കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം മാം, കാണാം. കാണാം. ഓക്കെ. അപ്പൊ നമ്മളൊരു ക്ലിനിക്ക് സ്വാഭാവികമായും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, അല്ലേ? ആരൊക്കെ ഇതിൽ ക്ലിനിക്ക് സ്വന്തമായിട്ടുണ്ട് ഉള്ളത് എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ കോമൺ ആയിട്ട് ഉള്ള ഒരു സെഷനാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ നോർമലി നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് വരും. നമുക്ക് എങ്ങനെ ക്ലയൻസിനെ കിട്ടും, അതിന് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാം, ഞാൻ ഇതിന് റെഡി ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ നിരന്തരം വന്നു പോകുന്നുണ്ടാവും, അല്ലെ? അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു ആൻസറും ആയിട്ടാണ് ഞാൻ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതില് വിഷൻ ആൻഡ് നീഡ് ക്ലാരിറ്റി. ഇപ്പൊ നമ്മൾ ഒരു ക്ലിനിക്കൽ ജേർണിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതിന്റെ വിഷനും നിഷ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് വെച്ചാല് നമ്മൾ ക്ലിനിക്ക് തുറക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങുന്നത് പോലെയാണോ, അല്ലെ ഒരു ബിസിനസ് ആയിട്ടാണോ നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, അല്ലെ? ക്ലിനിക്ക് തുറക്കുന്നത് ഒരു ഐഡന്റിറ്റി ലോകത്തോട് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾ ക്ലിനിക്കിൽ ഒരു ഓഫർ ചെയ്യുന്നത് വെറും കൗൺസിലിംഗ് സർവീസ് മാത്രമല്ല, എന്താണ്, നിങ്ങളുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റി കൂടിയാണ്. കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? യെസ് മാം, യെസ് മാം. ഓ, ഓക്കെ, ഓക്കെ. അപ്പൊ ഇതില് നമ്മുടെ വിഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ എന്തിന് ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ആൻസർ പണം നേടാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഈ പണം നേടാൻ മാത്രം ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്താല് അതിന്റെ ഒരു എനർജി കുറച്ചു കാലം മാത്രമേ നിലനിൽക്കൂ, അല്ലെ? പക്ഷെ നമുക്കൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ അതാണ് ക്ലിനിക്കിന്റെ ലൈഫ് ലോങ് ടേം ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം എനിക്ക് ഇൻകം വേണം, അതേപോലെ എനിക്ക് ടീനേജേഴ്സിനെ സ്ട്രെസ്സിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണം. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് പണം വേണമെന്നോ എനിക്ക് ടീനേജേഴ്സിനെ സ്ട്രെസ്സിൽ നിന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നമ്മൾ ഏതിനായിരിക്കും ഇമ്പോർട്ടന്റ് എടുക്കുക? അല്ലെങ്കിൽ ഏതിന് ഇമ്പോർട്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷന് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും? ഓഫ് കോഴ്സ് നമ്മുടെ രണ്ടാമത്തെ വിഷൻ, അതായത് അതിൽ എന്ന് പറയുന്നത് നല്ലൊരു ഇമോഷണൽ പവർ ഉണ്ട് എന്നുള്ളതാണ്. ആ പവറാണ് നിങ്ങളെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു പണത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ളതല്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോട് നമുക്കൊരു ഇമോഷണൽ പവറും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ. സെക്കൻഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം. നമ്മൾ എല്ലാവരെയും ടാർഗറ്റ് ചെയ്യണം. എല്ലാവരെയും ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ. പക്ഷെ നല്ലൊരു ഇന്റൻഷൻ ആണ്, അത് പ്രാക്ടിക്കലി കൺഫ്യൂസിങ് ആയിരിക്കും, അല്ലെ? എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെസ്സേജ് ക്ലിയർ ആവില്ല എന്നുള്ളതാണ്. ക്ലയൻസ് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പക്ഷെ നമ്മുടെ ക്ലയൻസിന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് ഒരു ക്ലയന്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു എക്സം സ്ട്രെസ് കൗൺസിലർ അല്ലെങ്കിൽ കപ്പിൾ കൗൺസിലർ, ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നു? അതിലവിടെ ഒരു ക്ലിയർ ആൻസർ ഇല്ലെങ്കിൽ ക്ലയന്റ് നമ്മളെ കണക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവര് വേറൊരാളെ ചൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നിഷ് എന്നത് എന്താണ്? നിഷ് എന്നതൊരു പവറാണ്, അല്ലെ? ഞാൻ ഏറ്റവും ബെസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്, അതാണ്. അതിനൊരു ലിമിറ്റേഷൻ അല്ല, അതൊരു പൊസിഷനിങ് ആണ്. അതായത് ഉദാഹരണത്തിന് രണ്ട് ക്ലിനിക് ഉണ്ടെന്ന് വരിക, ക്ലിനിക് എ ആൻഡ് ക്ലിനിക് ബി. ക്ലിനിക് എയില് ജനറൽ കൗൺസിലിങ്ങും ക്ലിനിക് ബിയില് അതായത് ടീനേജ് സ്ട്രെസ് ആൻഡ് പാരന്റ് ഗൈഡൻസ് ക്ലിനിക്ക്, ഇത് രണ്ട് ക്ലിനിക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു പാരന്റ് ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ടീൻസ് കൗൺസിലിംഗ് നിയർ മീ എന്നുള്ള ഒരു സെർച്ചിങ് അവിടെ കൊടുത്തു കഴിയുമ്പോൾ ഈ ക്ലിനിക് ബിയിലേക്കാണ് അവരുടെ അറ്റൻഷൻ നേരെ പോകുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെയുള്ള നിഷിന്റെ പവർ എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെയുണ്ട്. ക്ലയൻസ് ഒരിക്കലും സർവീസിനോട് കണക്ട് ചെയ്യില്ല,
അവർ അണ്ടർസ്റ്റാൻഡിങ്ങിനോടാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഒരാൾ ഇപ്പൊ ഞാൻ പറയുന്നു, ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞ വുമൺസിനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞ വുമൺസിനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഒരു ടാർഗറ്റ് ഞാൻ വെച്ചിരിക്കുന്നെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അവരെന്താ ആദ്യം തിങ്ക് ചെയ്യുക? ഇവർക്ക് എന്നെ മനസ്സിലാവും, അല്ലെ ഇവരെ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? അവിടെ ഒരു ട്രസ്റ്റ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഇതിന്റെ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇതിന്റെ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈസി മാർക്കറ്റിംഗ് ആയിരിക്കും. അതേപോലെ കണ്ടന്റ് ഐഡിയാസ് ക്ലിയർ ആയിരിക്കും. വേർഡ് ഓഫ് മൗത്ത് ഫാസ്റ്റ് ആയിരിക്കും. അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. നമ്മുടെ കോൺഫിഡൻസ് ഹൈ ആയിരിക്കും. സാധാരണ ഒരു ജനറൽ ക്ലിനിക്കില് നമ്മൾ ക്രൗഡിൽ ഒരാളാണ് എങ്കിൽ, നമ്മുടെ നിഷ് ക്ലിനിക് ആണെങ്കിൽ അവിടെ ക്രൗഡിൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നുള്ളതാണ്. ഇവിടെ വിഷൻ നമ്മളെ ഗൈഡ് ചെയ്യും, പക്ഷെ നിഷ് എന്താണ്? നമ്മളെ ചൂസ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ സെറ്റപ്പ് ആൻഡ് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ക്ലിനിക്കിന്റെ സക്സസിന്റെ ബാക്ക് ബോൺ ഭാഗം എന്ന് പറയുന്നതാണ് അതിന്റെ ലീഗൽ സെറ്റപ്പും ട്രസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതില് സൈക്കോളജി ക്ലിനിക്കിന്റെ റിയൽ കറൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈക്കോളജി ക്ലിനിക്കിന്റെ റിയൽ കറൻസി എന്ന് പറയുന്നത് പണമാണോ? അല്ല. ഞാൻ സൈക്കോളജി ക്ലിനിക്കിന്റെ മെയിൻ റിയൽ കറൻസി എന്ന് പറയുന്നത് പണമല്ല. അതിന്റെ റിയൽ കറൻസി എന്ന് പറയുന്നത് എന്താണ്? ട്രസ്റ്റ് ആണ്, അല്ലെ? ആ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന പണം നമ്മുടെ പിന്നാലെ വരും എന്നുള്ളതാണ്. ട്രസ്റ്റ് പോയാൽ തന്നെ ക്ലിനിക്ക് അവിടെ കംപ്ലീറ്റ്ലി പോയി തന്നെയാണ്. അപ്പൊ ഇതില് ക്ലയൻസിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ മനസ്സിലാക്കാം? ഒരു ക്ലയന്റ് ക്ലിനിക്കിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അയാൾ ആദ്യം തെറാപ്പി അല്ല ചോദിക്കുന്നത് നമ്മളോട്. ഇവിടെ അയാളുടെ മനസ്സിൽ ആദ്യം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഇവിടെ സേഫ് ആയിരിക്കുമോ? അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത് കോൺഫിഡൻഷ്യൽ ആവുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് അവർക്കൊരു യെസ് എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ മാത്രം അവിടെ തെറാപ്പി നമ്മൾ തുടങ്ങിയാൽ സക്സസ് ആവുന്നുള്ളതാണ്. അവിടെ നോ ആണ് ഫീലിങ്സ് എന്ന് വന്നാൽ ക്ലയന്റ് പിന്നെ ഒരിക്കൽ മാത്രമേ വരൂ, പിന്നെ അവിടെ വരാൻ ചാൻസ് കുറവാണ്, അല്ലെ? അപ്പൊ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള 4 പില്ലേഴ്സ് ഉണ്ട്. ട്രസ്റ്റ് ബിൽഡ് ചെയ്യണ 4 പില്ലേഴ്സ് ആണ്. ഫസ്റ്റ്, പ്രോപ്പർ രജിസ്ട്രേഷൻ. നമ്മൾ ലോക്കൽ രജിസ്ട്രേഷൻ, ലൈസൻസ്, GST ഉണ്ടെങ്കിൽ അത്. ഇനി ഇതൊക്കെ ക്ലയന്റ് കാണുമ്പോൾ അവരെന്ത് തിങ്ക് ചെയ്യും? ഇതൊരു ജെന്യൂൻ ക്ലിനിക് ആണ് എന്നുള്ള ഒരു മെന്റാലിറ്റി അവരുടെ മനസ്സിലേക്ക് പോകും. അപ്പൊ ഒരു രജിസ്റ്റേർഡ് ക്ലിനിക്ക് എപ്പോഴും എന്താണ്? അവർക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ വിസിബിൾ ഡിസ്പ്ലേ. ഇപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു വാളിൽ ഫ്രെയിം ചെയ്ത് വെക്കാറുണ്ട്, അല്ലെ? നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. എന്തിനാണ്? അപ്പൊ ഈ ക്ലയന്റ് ഇത് കാണുമ്പോൾ ഇയാള് ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ എനിക്കിവിടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സൊല്യൂഷൻ കിട്ടും, ഒരു ആൻസർ കിട്ടും എന്നുള്ള ഒരു തിങ്കിങ് അവരുടെ ഉള്ളിലേക്ക് പോകുന്നുള്ളതാണ്. സാധാരണ ഇവിടെയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സൈലന്റ് മാർക്കറ്റിംഗ് ആണ്. നമ്മളല്ലാതെ മാർക്കറ്റിംഗിൽ നമ്മളെ പറ്റിയുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അവിടെ ചുമരിലുണ്ടെങ്കിൽ അതൊരു സൈലന്റ് മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. മൂന്നാമത്തതാണ് കോൺഫിഡൻഷ്യാലിറ്റി സിസ്റ്റം. നമ്മൾ അവരുടെ അടുത്ത് കൺസേൺ ഫോം മേടിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ തിങ്കിങ് ആണ് കോൺഫിഡൻഷ്യാലിറ്റി, അല്ലെ? ഈ സൈക്കോളജി ക്ലിനിക്കിന്റെ സ്പൈൻ എന്ന് വേണമെങ്കിൽ ഈ കോൺഫിഡൻഷ്യാലിറ്റി പറയാം. ഒരിക്കൽ നമ്മൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ തീർച്ചയായും ആ ഒരു റെപ്യൂട്ടേഷനിന് അത് കൊളാപ്സ് ആവുന്നുള്ളതാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എത്തിക്കൽ പ്രാക്ടീസ് ആണ്. അതായത് നമ്മൾ ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാറ്റിനും ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സീരിയസ് ആയിട്ടുള്ള സൈക്കാട്രിക് കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും റെഫർ ചെയ്യാം. നമുക്ക് എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കേസും എടുക്കും എന്നുള്ളതിന് പകരം നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത സൈക്കാട്രിക് കേസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും റെഫർ ചെയ്യാം. അതേപോലെ ക്ലയന്റ് ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യരുത്. ഈ എത്തിക്സ് പാലിച്ചാൽ ക്ലിനിക്ക് എന്താ പറയുക, ലൈഫ് ലോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്.
ഇതിലൊരു ട്രൂത്ത് എന്ന് പറയുന്നത്, ക്ലയന്റ് ക്ലിനിക്കിലേക്ക് വരുന്നത് ഒരിക്കലും അവരൊരു പ്രശ്നത്തിന്റെ ആൻസർ എടുക്കില്ല. അവർക്കൊരു ഫീലിംഗ് അപ്പോഴുള്ള ഒരു ഫീലിംഗിനെ തേടിയിട്ടായിരിക്കും. അപ്പൊ ഈ ഒരു സേഫ്റ്റി ഫീലിംഗ് നൽകുന്നതായിരിക്കണം നമ്മുടെ ക്ലിനിക്ക് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ നാച്ചുറാലിറ്റി ഗ്രോസ്. ഇനി അതിന്റെ 4ാമത്തെ പോയിന്റ് ആണ് ഓക്കെ, അത് 4 പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ സാധാരണ ഇവിടെ കൂടുതലായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബിഗ് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഫാൻസി ഇന്റീരിയേഴ്സോ അല്ല മെയിൻ ആയിട്ട് വേണ്ടത്. ഒരു പ്രോപ്പർ രജിസ്ട്രേഷനും വിസിബിൾ ക്വാളിഫിക്കേഷനും സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യാലിറ്റിയും സ്ട്രോങ് എത്തിക്സ്, ഇവ 4 ഉണ്ടെങ്കിൽ ട്രസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലിനിക് സ്പേസ് ആൻഡ് ഇന്റീരിയർ. സാധാരണ നമ്മുടെ ഒരു ക്ലിനിക് ജേർണിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് നമ്മുടെ ക്ലിനിക്കിന്റെ സ്പേസും ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുന്നത്. നമ്മളൊരു ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ക്ലയന്റ് ക്ലിനിക്കിൽ തെറാപ്പി ആയാലും ആദ്യം തേടി വരുന്നത് അല്ലെ, അതിന്റെ ഒരു സേഫ്റ്റി ഫീലിംഗ് തേടിയിട്ടാണ് അവർ വരുന്നത്. പിന്നീടാണ് ഈ തെറാപ്പി വാക്കുകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് 10 സെക്കൻഡ് റൂൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലയന്റ് ക്ലിനിക്കിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ തന്നെ അവർ മൈൻഡിൽ ഒരു ഡിസിഷൻ എടുത്തു തുടങ്ങും. എന്തായിരിക്കും? ഞാൻ ഇവിടെ റിലാക്സ് ചെയ്യുമോ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവരുടെ മൈൻഡിൽ തന്നെ, അതിനുള്ള ഒരു ആൻസർ ആ ഡിസിഷൻ അവരുടെ ഉള്ളിൽ തന്നെ എടുത്തു തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് തെറാപ്പി സക്സസിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ ഫീൽ. അതായത് ക്ലിനിക്കിന്റെ ലൊക്കേഷൻ എപ്പോഴും എന്താണ്, ഈസി ടു ഫൈൻഡ് ആയിരിക്കണം. അതേപോലെ കാം സറൗണ്ടിങ് ആയിരിക്കണം. പാർക്കിംഗ് പോസിബിൾ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അതേപോലെ നോയ്സി ജംഗ്ഷനിൽ ക്ലിനിക് ആണെങ്കിൽ, ഓൾറെഡി സ്ട്രെസ് ആയിട്ട് വരുന്ന ആളാണെങ്കിൽ അവർക്കൊരു റിലാക്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എപ്പോഴും ഒരു ക്വൈറ്റ് പ്ലേസിൽ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ആ ഒരു ക്വൈറ്റ് പ്ലേസ് എപ്പോഴും ഒരു ഹാഫ് തെറാപ്പി ഡൺ ആവുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ റിസപ്ഷൻ ഏരിയാസ്. റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ സാധാരണ ഈ റിസപ്ഷൻ ഏരിയ ഒരു ഹോട്ടൽ ലോബി പോലെ ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഹോട്ടൽ ലോബീസ് ഒന്നും വേണ്ട. അവിടെ ഒരു സാധാരണ ഒരു വാം വെൽക്കം നമ്മൾ ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സോഫ, ഡ്രിങ്കിങ് വാട്ടർ, അതേപോലെ കളേഴ്സ് കാം വാൾ കളേഴ്സ് ആയിരിക്കണം. ഒരു സോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ളതാണ്. ഒരു ക്ലയന്റ് റിസപ്ഷനിലേക്ക് കയറി വരുമ്പോ തന്നെ ഐ ആം സേഫ് ഹിയർ എന്നൊരു സിഗ്നൽ അയാളുടെ മൈൻഡിലേക്ക് പോകണം. ഇനി അടുത്തത് തെറാപ്പി റൂം സെറ്റപ്പ്. സാധാരണ ഒരു തെറാപ്പി റൂമിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചെയർസ് ഉണ്ടായിരിക്കണം. അതേപോലെ സോഫ്റ്റ് വാം ലൈറ്റ് ആയിരിക്കണം. നോയ്സി ഫ്രീ വോൾസ് ആയിരിക്കണം. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൗണ്ട്സ് വെളിയിലേക്ക് പോവാതിരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ കളേഴ്സ്, വാളിന്റെ കളേഴ്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡാർക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സാധാരണ പറയുന്ന ഒരു കളറ് ഒരാളുടെ മൈൻഡിനെ എഫക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ലൈറ്റ് ബ്ലൂ കളർ ആണെങ്കിൽ അതൊരു കാം ഫീലിംഗ് ആണ്. അതേപോലെ ബേജ് കളർ ഒരു കംഫർട്ട് ഫീലിംഗ് തരും. അതേപോലെ സോഫ്റ്റ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് തരുന്നതാണ്. ഡാർക്ക് കളേഴ്സ് ഒരു ഹെവിനെസ് ഫീലിംഗും, അതേപോലെ ഭയങ്കരമായിട്ട് ടൂ ബ്രൈറ്റ് വൈറ്റ് ഒക്കെയാണ് ഒരു ക്ലിനിക്കൽ ഫിയർ തരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ വാളില് എന്തെങ്കിലും ഒരു കോട്ട്, ഒരു സിമ്പിൾ കോട്ട് പോലെ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊരു ഇമോഷണൽ വാർത്തും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെറ്റപ്പാണ്. ഇവിടെ ഒരുപാട് പണം നമ്മൾ ഇതിന് വേണ്ടി ചെലവഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത്. സ്മോൾ ആയിട്ടുള്ള ഒരു റെന്റഡ് റൂം മതി. നല്ലൊരു ചെയേഴ്സ് ഉണ്ടായിരിക്കണം. വാം ലൈറ്റ് ആയിരിക്കണം. ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇന്റീരിയർ ഡെക്കറേഷൻ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം എന്നുള്ളത്, ഇവ റിസപ്ഷൻ ഏരിയയിൽ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിൽ TV നോയ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ ശ്രദ്ധിക്കണം. അതേപോലെ ഹാഷ് ട്യൂബ് ലൈറ്റ്,
പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫ്യൂം സ്മെല്ല്, അതുപോലെ ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് ഫർണിച്ചർ കൊണ്ട് നടക്കി, ഇതൊക്കെ ആണെങ്കിൽ ആ ഒരു തെറാപ്പി മൂഡിനെ തന്നെ ഡിസ്റ്റർബ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ക്ലിനിക്കിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് ഒരു സൈലന്റ് ഒരു തെറാപ്പിയാണ്. അപ്പൊ റൂമിലേക്ക് ഒരാൾ കയറുമ്പോ തന്നെ നമ്മൾ തെറാപ്പിസ്റ്റ് സംസാരിക്കുന്നതിനേക്കാൾ മുന്നേ ആ റൂം അവരോട് സംസാരിച്ചിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സർവീസ് പാക്കേജ് ആൻഡ് പ്രൈസിങ്. നമ്മള് ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഒരു ക്ലിയർ സർവീസ് മെനു ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രഡിക്റ്റബിൾ ഇൻകം ഉണ്ടാവും എന്നുള്ളതാണ്. ക്ലിയർ ഇല്ലെങ്കിൽ ക്ലിനിക്ക് ഇൻകം അതില് ചോദിക്കുന്നുണ്ട്, ഇവിടെ എനിക്ക് എന്തൊക്കെ മെനുകോഡില്ല ഒരു ഹോട്ടലിൽ നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സാധാരണ ഒരു സൈക്കോളജി ക്ലിനിക്കിൽ നമുക്ക് കോമൺലി ഓഫർ ചെയ്യാവുന്ന സർവീസ് എന്തൊക്കെയാണ്? നമുക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കാം, കപ്പിൾ ഓർ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കാം, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഗൈഡൻസ്, പാരന്റിംഗ് സപ്പോർട്ട്, സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി മാനേജ്മെന്റ്, അതേപോലെ ഓൺലൈൻ കൗൺസിലിംഗ്, ഗ്രൂപ്പ് വർക്ക്ഷോപ്പ്. ഇതൊക്കെ നമുക്ക് സാധാരണ ഒരു ക്ലിനിക്കിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തെറാപ്പികളാണ് അല്ലെങ്കിൽ കൗൺസിലിംഗ്സ് ആണ്. ഇവയിൽ ഒരു 3-4 സർവീസ് നമ്മൾ ചൂസ് ചെയ്യണം. 3-4 സർവീസ് ചൂസ് ചെയ്താൽ ക്ലിനിക്ക് ഫോക്കസ്ഡ് ആവുകയും ചെയ്യും, സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഒരു സർവീസ് മാത്രമാണെങ്കിൽ എപ്പോഴും ഒരു അൺസ്റ്റേബിൾ ഇൻകം ആയിരിക്കും അല്ലെ. അപ്പൊ മൾട്ടിപ്പിൾ സർവീസ് ആണെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇത് തന്നെയാണെങ്കിൽ നമുക്ക് ഒരു വീക്ക് ഡേയ്സ് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ചെയ്യാം, അതൊരു വീക്കെൻഡിൽ നമുക്കൊരു വർക്ക്ഷോപ്പ് പോലെ ചെയ്യാം, അതിന്റെ ഇടയിൽ നമുക്കൊരു ഓൺലൈൻ സെഷൻ, ഇതെല്ലാം കൂടെ ചെയ്യുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു ബാലൻസ് കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലൊന്ന് സ്ലോ ആയി മറ്റൊന്നിൽ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് പാക്കേജ് സിസ്റ്റം ആണ്. നമ്മളൊരു സിംഗിൾ സെഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അവർ ഒരു വൺ ടൈം വിസിറ്റ് ആയിരിക്കും ഉണ്ടാവുക, അത് നമുക്ക് കൂടുതലായിട്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു പാക്കേജ് മോഡലിലാണ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നതെങ്കിൽ ഒരു ഇത്ര സെഷൻ, ഒരു 5-6 സെഷൻ എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ക്ലയന്റ് റിട്ടൻഷൻ ഉണ്ടാവും അല്ലെ. ഒരു 5 സെഷൻ സ്ട്രെസ് മാനേജ്മെന്റ് പാക്കേജ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോഴും നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ ഒരു 10 സെഷൻ ചൈൽഡ് ബിഹേവിയർ പാക്കേജ് എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിരിക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇതില് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്ലയന്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടും, അതേപോലെ ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പ്രഡിക്റ്റബിൾ ഇൻകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ പ്രൊഫഷണൽ ഇമേജ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഹലോ, മനസ്സിലാവുന്നില്ലേ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് മാം. മനസ്സിലാവുന്നുണ്ടോ പറയണ കാര്യങ്ങള്? യെസ്. ഓക്കെ. അടുത്ത് വരുന്നതാണ് നമ്മുടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു നമ്മുടെ ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്താല് നമുക്ക് ക്ലയൻസ് ഒരു മാജിക് പോലെ വരുമോ? ഇല്ല അല്ലേ. ക്ലിനിക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ക്ലയൻസ് നമ്മളിലേക്ക് എത്തിപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ പീപ്പിൾ മസ്റ്റ് നോ യു എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ബെസ്റ്റ് ക്ലിനിക്കായിട്ടും അവിടെ എംപ്റ്റി ചെയർ ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽ വേണ്ടത് ഫസ്റ്റ് വൺ ആണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഈ ബ്രാൻഡിങ് എന്നാൽ എന്താണ്? ഒരു ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ ക്ലിനിക്കിനെ കുറിച്ചുള്ള ഒരു ഇമാജിൻ, അവിടെ ഒരു ലോഗോ മാത്രം ഉള്ള ബ്രാൻഡിങ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കിന്റെ കളർ, ടോണ്, മെസ്സേജ്, ഫീലിംഗ്, ഇതെല്ലാം ബ്രാൻഡിങ് ആണ്. അപ്പൊ
വെൻ യു പീപ്പിൾ യുവർ നെയിം, ക്ലിനിക്കിന്റെ നെയിം എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം അവരുടെ മൈൻഡിലേക്ക് വരണം എന്നുള്ളതാണ്. ആ ഒരു ഫീലിംഗ് കൂടെ അതിലേക്ക് കൊണ്ടുവരണം. അതേപോലെ ക്ലിനിക്കിന്റെ നെയിം എപ്പോഴും ഒരു പവർഫുൾ നെയിം ആയിരിക്കണം. അതൊരു സിമ്പിൾ നെയിം ആയിരിക്കണം, ക്ലിയർ ഉള്ളതായിരിക്കണം, മെമ്മറബിൾ ആവണം. അപ്പൊ എങ്കിൽ മാത്രമാണ് അത് ആളുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് വരുള്ളൂ. അതേപോലെ നമ്മുടെ ക്ലിനിക്കിന്റെ ബോർഡ്, വിഷ്വൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ബോർഡ് ഔട്ട്സൈഡ് അതായത് എപ്പോഴും നല്ലൊരു ബോർഡ് ക്ലിനിക്കിന്റെ ഔട്ട്സൈഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അതിന്റെ ഒരു തീം കളർ ഉണ്ടായിരിക്കണം. അതിന് ലോഗോ എപ്പോഴും ഒരു സിമ്പിൾ ലോഗോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫോണ്ട് ഉപയോഗിച്ചുള്ള ലെറ്റേഴ്സ് അവിടെ മെൻഷൻ ചെയ്യണം. അപ്പൊ ഈ ഒരു വിഷ്വൽ കൺസിസ്റ്റൻസി നമ്മൾ എപ്പോഴും ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവിടെ ഒരു പ്രൊഫഷണൽ ട്രസ്റ്റ് ഉണ്ടായിട്ട് വരുള്ളൂ. അതേപോലെ തന്നെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലില് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അപ്പൊ ഒരു കൗൺസിലിംഗ് നിയർ മീ എന്ന് അടിക്കുമ്പോൾ ഗൂഗിൾ അവിടെ ഒരു ഫ്രീ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും അവിടെ നമ്മുടെ ലൊക്കേഷൻ വിസിബിൾ ആയിരിക്കണം, നമ്മുടെ ടൈമിങ്ങിന്റെ അവൈലബിലിറ്റി അവിടെ മെൻഷൻ ചെയ്തണം, ഫോട്ടോസ്, റിവ്യൂസ്, ഇതെല്ലാം നമ്മൾ ആ ഗൂഗിളിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ റിവ്യൂസ് എപ്പോഴും എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ വേർഡ് ഓഫ് മൗത്ത് എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഗൂഗിൾ നോക്കി അല്ലെങ്കിൽ റിവ്യൂസ് നോക്കിയിട്ടാണ് ക്ലയൻസ് നമ്മളെ അടുത്തേക്ക് പലപ്പോഴും വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുപോലെയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്ന കണ്ടന്റ്സ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന സാധാരണ ഇതൊരു സെല്ലിംഗ് പ്ലാറ്റ്ഫോം അല്ല, അതൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണെന്ന് വേണ്ടി നമുക്ക് പറയാം, അല്ലെ? സാധാരണഗതിയിൽ ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഇടയ്ക്കിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെറിയ ടിപ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്ട്രെസ്സിന്റെ ടിപ്സ്, പാരന്റിങ് അഡ്വൈസ്, അതേപോലെ റിലേഷൻഷിപ്പ് ഗൈഡൻസ്, ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ നമ്മുടെ ഒരു ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റി എപ്പോഴും ഒരു ക്ലിനിക്കിനെ പറ്റി അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് അവരുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഉണ്ടായി വരണം എന്നുള്ളതാണ്. അതേപോലെയുള്ളതാണ് നമ്മൾ അടുത്ത് പറയുന്നതാണ് ഒരിക്കലും അല്ലെ. അതേപോലെയാണ് നമ്മളൊരു അവയർനെസ് പ്രോഗ്രാം, ഫ്രീ അവയർനെസ് പ്രോഗ്രാം നമ്മൾ ഇടയ്ക്കിടെ കണ്ടക്ട് ചെയ്യുക. സ്കൂളില് അതേപോലെ അംഗൻവാടി, ഇതേപോലെ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്രീ അവയർനെസ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. അപ്പൊ ഒരു സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 10-15 പാരന്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 2 ആൾക്കാരെങ്കിലും നമുക്ക് ക്ലയൻസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അവർ ത്രൂ നമുക്ക് വേറെ റെഫറൻസും ഉണ്ട്. അതും ഒരു സ്ട്രോങ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത വരുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യാൻ പാടുന്ന കുറച്ച് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു 3 തിങ്സ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യത്തിൽ എടുത്തിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ക്ലിനിക്കിന്റെ പേര് എപ്പോഴും ഡിസൈഡ് ചെയ്യുക, അതിനൊരു ക്രിയേറ്റ് ഗൂഗിൾ പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കുക, നമ്മൾ ആ ഒരു ഫസ്റ്റ് അവയർനെസ് ക്ലാസ് എവിടെയാണോ അത് പ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ള ഒരു സ്മോൾ ആക്ഷൻ എടുക്കുന്നതിലൂടെ നമുക്കൊരു ബിഗ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ബ്രാൻഡിങ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ടാവും. ഈ ഒരു മാർക്കറ്റിംഗ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണക്ഷൻ ഉണ്ട്. ഈ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തെയും ക്ലയൻസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വരുന്ന ക്ലയന്റ് എക്സ്പീരിയൻസ് ആൻഡ് എത്തിക്സ്. അപ്പൊ ഇതിൽ വരുന്നത് നമ്മൾ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ക്ലയന്റിന്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത് അഡ്വർടൈസ്മെന്റ് അല്ല, അല്ലെ? ക്ലയന്റ് നമ്മളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ അവർ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ക്ലിനിക്കിലേക്ക് ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് നമ്മളൊരു വാം വെൽക്കത്തോടെ അവരെ സ്വീകരിക്കുക. അതായത് അവര് ഭയങ്കര സ്ട്രെസ് ആയിട്ട് അല്ലെങ്കിൽ നെർവസ് ആയിട്ടാണ് വരുന്നത്, നമ്മളൊരു ചെറിയൊരു സ്മൈലോട് കൂടി, ഒരു ജെന്റിൽ ടോണോട് കൂടി ഒരു വാം വെൽക്കം കൊടുത്ത് അത് തെറാപ്പിയുടെ ഫസ്റ്റ് മെഡിസിൻ ആണ് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. അപ്പൊ ക്ലയന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അതിനൊരു ഇടയിൽ കയറി നമ്മളൊരു അഡ്വൈസ് കൊടുക്കാൻ ഹറി ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങള് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക, പോസ് ചെയ്യേണ്ട അടുത്താണെങ്കിൽ പോസ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന പോലെ നമ്മൾക്ക് മനസ്സിലായി എന്നവരെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ഇതൊക്കെ
ക്ലയൻസിന് ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതായത് ഇദ്ദേഹം അല്ലെങ്കിൽ ഇവര് എന്നെ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ഇവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു ഹീലിംഗ് മെത്തേഡ് കൂടിയാണ്. അതേപോലെ നമ്മളൊരു ഫോളോ അപ്പ്, ഒരു സെഷൻ കഴിഞ്ഞാൽ നമ്മളൊരു ഫോളോ അപ്പ് പോലെ, ഇന്നൊരു സെഷൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നൊരു മെസ്സേജ് ചെറുതായിട്ട് പാസ് ചെയ്യുക അവർക്ക്. ഹോപ്പ് യു ആർ ഫീലിംഗ് ബെറ്റർ ടുഡേ എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ അവരിലേക്ക് എടുക്കുന്ന സമയത്ത് അത് എന്ന് പറയുന്നത് അവരിലൊരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കുന്ന ആളാണ്. അപ്പം അപ്പൊ ക്ലയന്റ് എന്ത് ചിന്തിക്കും? ക്ലയന്റ് ഫീൽസ് കെയർഡ്, ഇവരെന്നെ കെയർ ചെയ്യുന്നുള്ളൊരു നല്ലൊരു ഇമ്പാക്റ്റ് അവരുടെ മൈൻഡിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കോൺഫിഡൻഷ്യാലിറ്റി പ്രോമിസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ, അല്ലെ അവർക്ക് ആദ്യമേ നമ്മളൊരു പ്രോമിസ് കൊടുക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം, ട്രസ്റ്റ് അവരിലേക്ക് ആദ്യമേ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇതിലും വരുന്ന ഒരു എത്തിക്കൽ ബൗണ്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർ ഡിപ്പെൻഡൻസി ഒരിക്കലും ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അതേപോലെ പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അവോയ്ഡ് ചെയ്യുക, മാക്സിമം പേഴ്സണൽ ഇൻവോൾവ്മെന്റ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. സീരിയസ് സൈക്കാട്രിക് കേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി റെഫർ ചെയ്യുക. എപ്പോഴും ഒരു പ്രൊഫഷണൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താല്, ഈ ഒരു ഇത്രയും എത്തിക്സ് നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലിനിക്കിനെ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു ക്ലയന്റിന്റെ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഗുഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലയന്റ് എന്ത് ചെയ്യും? നമുക്ക് റിട്ടേൺ തിരിച്ചു വരാം, അല്ലെ? അവരെന്ത് ചെയ്യും? വേറെ റെഫറൻസ് കൊടുക്കും. അപ്പം നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിലേക്ക് നമ്മൾ ഒരു സെഷൻ അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരിലേക്ക് കൊടുക്കാൻ പറ്റുന്ന വിഷൻ എന്തൊക്കെയാണ്, ഈ ഒരു സ്ട്രക്ചേഴ്സ് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ക്ലാരിറ്റി എന്താണ്, എങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അതിന് കൊടുക്കുന്ന ആക്ഷൻ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇത് മൊത്തത്തിൽ എടുക്കുന്ന ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് പറ്റിയ ഒരു പെർഫെക്റ്റ് ടൈം അല്ല കാത്തിരിക്കേണ്ടത്. നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുക. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മളുടെ ഉള്ളിലേക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലിനിക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഹലോ, Yes. ഓക്കെ. ഇതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? മാം, ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ചലഞ്ചസ് എന്തൊക്കെയാണ് മാം ഫേസ് ചെയ്ത ചലഞ്ചസ്? നമ്മൾ ചലഞ്ചസ് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെയാണോ? ക്ലയൻസിന് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാം, അതൊക്കെയാണോ ഉദ്ദേശിച്ചത്? നമ്മളിപ്പോ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ലൊക്കേഷൻ ഒരു ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ അതെ. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. പിന്നെ മാമിന്റെ എക്സ്പീരിയൻസിലുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു എന്നാ ഉദ്ദേശിച്ചത്? ഓക്കെ. നമ്മള് ഇതിൽ തന്നെ പറയുവാണെങ്കിൽ നമ്മളിപ്പം ബിഗ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പക്ഷെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ റെന്റഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ടൗൺ ഏരിയയിൽ നിന്നും മാറിയിട്ട് അല്ലെങ്കിൽ ഒരു ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ക്ലയൻസിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈസിയുള്ള ഒരു സ്ഥലവും റെന്റ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലവും കൂടി സെലക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അവർക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ ടൗൺ ഏരിയയിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെന്റ് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ആ ഒരു കേസിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ആ ഒരു ടൗൺ ഏരിയയിൽ നിന്നും ഉള്ളിലോട്ടേക്ക് മാറി ചെയ്യാന്നുള്ളതാണ് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു മാം. ഹലോ, ഓഡിബിൾ ആണോ? ഓക്കെ മാം.
ഹലോ. ആ പറഞ്ഞോളൂ മാം. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടെ ടൗണിൽ നിന്ന് വിട്ടേ കുറച്ചുകൂടെ ഉള്ളിലേക്ക് ആവുകയാണെങ്കിലേ അവർക്ക് ആ അതൊന്നുകൂടെ സെക്യൂർ ആയിട്ട് തോന്നില്ല അല്ലേ? മീൻസ് അവരുടെ ഐഡന്റിറ്റി ആരും അറിയില്ല, അപ്പൊ ആരും കാണില്ല, അങ്ങനത്തെ ഒരു ഇതും കൂടെ അവിടെ സേഫ് ആവും അല്ലേ? അങ്ങനെയും ഉണ്ട്. കുറച്ചും കൂടെ പറയുന്ന പോലെ എല്ലാവർക്കും ഇപ്പം നമ്മൾ ഒരു ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ താഴെയുള്ള ഒരു ഏരിയക്കാളും എപ്പോഴും കുറച്ചും കൂടെ മേലെയുള്ള ഒരു ഏരിയക്ക് ചൂസ് ചെയ്യുന്നത് പറയുന്നത്. സാധാരണ പല ക്ലയൻസുകളും നമ്മൾ അടുത്തേക്ക് വരുന്നത് മറ്റുള്ളവർ നമ്മളെ കാണരുത്, അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് ആരും ഐഡന്റിഫൈ ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ കുറച്ചും ഒരു മാറിയിട്ടുള്ള സ്ഥലമാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ കേട്ടില്ലല്ലോ, ശരണ്യ മാം പറഞ്ഞത് കേട്ടിട്ടില്ല, കട്ടായി പോയോ? ഓക്കെ, വേറെ ആരെങ്കിലും? സാറിന് എന്തെങ്കിലും ആണോ ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യായിരുന്നു ട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഏതായാലും ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ. മാം, വൺ മോർ ക്വസ്റ്റ്യൻസ്. ഉം. എന്റെ മാം ഡോക്യുമെന്റേഷനെ കുറിച്ച് അല്ല, കോൺഫിഡൻഷ്യാലിറ്റിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പൊ എന്റെ ഡോക്യുമെന്റേഷനൊക്കെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സെക്യൂർ ലോക്കർ സിസ്റ്റം അങ്ങനെ വല്ലതുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു ക്ലിനിക്കിൽ നമ്മൾ അങ്ങനെ ഒരു അതിനായിട്ട് വേണ്ടിയിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൺസെന്റ് ഫോം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഏതെങ്കിലും ഒരു പേഷ്യന്റ് അവരുടെ ഒരു ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റിപ്പോർട്ടായിട്ട് അത് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? എനിക്ക് മനസ്സിലായില്ല സാർ എന്താ ചോദിച്ചെന്ന്. ഈ വരുന്ന ക്ലയന്റ് നമ്മുടെ അടുത്ത് ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മാം ചെയ്തതിന്റെ ബേസിൽ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം നമുക്കതൊരു നമ്മുടെ കയ്യിൽ ഒതുങ്ങി നമ്മൾ ചെയ്തിട്ടത് മാറുന്നില്ല, നമുക്കത് റെഫർ ചെയ്യേണ്ട ഒരു കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മൾ ഇതുവരെ എന്തൊക്കെ ചെയ്തു എന്നുള്ള റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. ഓക്കെ മാം. ഹലോ ഡോക്ടർ അനു, സർ കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ, ഞാൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു അലോപ്പതി ഡോക്ടറാണ്, ഇപ്പോഴും റിട്ടയർഡ് ആണ്. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒന്നുണ്ട് ഇത് ഷെയർ ചെയ്യാം, ദാറ്റ് ബി യൂസ്ഫുൾ ഫോർ യു. ഇവിടുത്തെ ചില ബെസ്റ്റ് പ്രാക്ടീസസ് നമ്മുടെ നാട്ടുകാർക്ക് മിക്കവരും അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ. നമ്പർ 1, ഞാൻ അവസാനം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് വെച്ചാൽ അപ്പോയിന്റ്മെന്റ് ആദ്യം ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ 9 മണി അല്ലെ 9:30 ഇങ്ങനെ 10 ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ വിത്തിൻ they should not wait for more than 20 minutes. They should not wait for more than 20 minutes. അവരുടെ ടൈമിനും വാല്യൂ ഉണ്ട്. അവർക്കും വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ ചെയ്യാൻ കാണും. ഇപ്പോഴാണ് വരുന്നത്, ഇപ്പം 9 മണിക്ക് വരുന്നു ഡോക്ടർ അനുവിനെ കാണാനായിട്ട്. അവർ വിചാരിക്കുന്ന അറിയാം ഒരു 10 മണിയാകുമ്പോൾ എല്ലാം തീരും, എന്നിട്ട് 10 മണിക്ക് ശേഷം വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള ബാങ്കിൽ പോകാനോ സംതിങ് എനി അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ അവിടെ തന്നെ വന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ, ദാറ്റ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. അവിടെയുള്ള ലീഡിങ് ചില ഹോസ്പിറ്റൽസിലൊക്കെ പോയിക്കഴിഞ്ഞാൽ 3-4 മണിക്കൂറാണ് ദേ ഹാവ് ടു വെയിറ്റ് ഫോർ. അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ട് നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദേ ലുക്ക് ഫോർ അതർ ഹോസ്പിറ്റൽസ് വേർ യു ലൂസ് യുവർ ക്ലയൻസ്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് ഇതാണ്, യു മേ ലൂസ് യുവർ ക്ലയൻസ് ബിക്കോസ് ടൈം മാനേജ്മെന്റ്. അപ്പൊ അതിന് ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ 1, ഓവർ ബുക്കിംഗ് ഇല്ല, ആഡിക്വേറ്റ് ടൈം ഇത് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പേഷ്യന്റ് നോക്കാനായിട്ട് സപ്പോസ് യു റിക്വയർ മിനിമം എത്ര വേണമെന്നുള്ളത്. ഈ റഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ യു ക്ലിയർലി മെൻഷൻ, ഐ ലൈക്ക് യുവർ സ്ലൈഡ്സ് കേട്ടോ, സ്ലൈഡ്സ് എല്ലാം കൊള്ളായിരുന്നു, കണ്ടന്റ് എല്ലാം വെരി ഗുഡ്, അതെ എല്ലാം വളരെ റിലവന്റ് ആണ്, ഒന്നുപോലും ഇറലവന്റ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതില് ഈ പറഞ്ഞ ആ ഒരു ഇതില്ലേ, ഒന്ന് ആ വെയിറ്റ്
സിറ്റിംഗ് തന്നെ ഒന്ന് ബോറടിപ്പിക്കാതിരിക്കാനായിട്ട് അവിടെ നല്ല ഏതെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ലിറ്ററേച്ചർ മാഗസീനോ അതെനിക്കായിരിക്കണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇട്ട് നിങ്ങളുടെ ആ സീലും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലിനിക്കിന്റെ അതുകൊണ്ട് മോട്ടിച്ചിന് പോയി കഴിഞ്ഞാൽ അറിയൂ ഇത് അവിടെ നിന്ന് അടിച്ചെടുത്ത് മാറ്റിയാണെന്നുള്ളത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 7 സ്ഥലത്ത് നിങ്ങളുടെ ആ സീലും വെച്ചിട്ട് അവിടെ ഇട്ടേക്കുക. അങ്ങനെ വരുമ്പോൾ എന്താ അറിയാമോ, അവർ അത് വായിച്ച് വിൽ ആ ടൈം അല്ലെങ്കിൽ ഇംപേഷ്യൻ്റ് ആവും. ഈ പേഷ്യൻ്റ് ഇംപേഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സും അത് കുറച്ച് ഇതാണ്. അവർ വരുമ്പോൾ തന്നെ അവർ ദേ വിൽ ബി ഇൻ എ ബാഡ് മൂഡ്. നമ്മളവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഇതായിട്ട് നിൽക്കും. സോ ദാറ്റ് ഈസ് വൺ സജഷൻ, റീഡിങ് മെറ്റീരിയൽ അതിടുക. എൻ്റെ ഒരു ഫ്രണ്ട് ട്രിവാൻഡ്രത്ത്, ഞാൻ ബ്രീഫായിട്ട് അടുത്ത് 1 മിനിറ്റ് നിർത്താം. ദിസ് ഹാപ്പൻ ഒരു 35 വർഷത്തിന് മുമ്പ്. യു സോ സ്മാർട്ട്. പുള്ളി ഡെമറ്റോളജി പ്രാക്ടീസ് ആണ്. സോ സ്മാർട്ട് പുള്ളിക്കാരൻ. എന്നുവെച്ചാല് ഒന്ന് കുറെ ബെഞ്ചുകളാണ് അവിടെ വെയിറ്റിംഗ് റൂമിൽ ഇട്ടത്, കസേരയല്ല, കുറെ ബെഞ്ചുകൾ, ബാക്ക് റെസ്റ്റ് ഒക്കെ ഉള്ള ബെഞ്ച് കേട്ടോ. ബെഞ്ച് ഇട്ടിട്ട് അന്ന് ഇത്രയും ഇതല്ല, അന്ന് വന്നിട്ട് ഒരു 14 ഇഞ്ചോ ഒരു 20 ഇഞ്ചോ ഉള്ള ഒരു TV അപ്പുറത്ത് വെച്ചിട്ട് ഒരു വീഡിയോ സിനിമ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒക്കെ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം മിക്കവർക്കും നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു ഇതാണല്ലോ ഈ സിനിമ കാണുന്നുള്ളത്. അത് നിൽക്കുമ്പോൾ അറിയുന്നില്ല, ഈ ഡിലേ അവര് അറിയുന്നില്ല. ഒരിക്കലും പേഷ്യന്റ് ബോറടിക്കരുത്, അവര് ഇംപേഷ്യന്റ് ആകരുത്. ദിസ് ഇസ് വൺ ഓഫ് ദി ഒരു ടേക്ക് ഹോം മെസ്സേജ്. വിഷ് ഓൾ ദിസ്. നിങ്ങളുടെ ക്ലിനിക്കിന്റെ പേരെന്തോന്നാണ്? ഡോക്ടർ അനൂസ് ആയുർ കെയർ. എന്താണ്? ഡോക്ടർ അനൂസ് ആയുർ കെയർ. അതിന്റെ ആ ലോഗോ എന്തോന്നാണ്? നിങ്ങൾ പറഞ്ഞില്ല, എല്ലാം സിമ്പിൾ ആക്കണം, ഒന്ന് കാണിക്കാമോ? ലോഗോ എന്തോന്നാണ് നിങ്ങളുടെ ആ ക്ലിനിക്കിന്റെ ലോഗോ? ഐ എം ക്യൂരിയസ്. ഇതിൽ കുറെ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു എന്ന് അറിയണ്ടേ? എന്റെ ക്ലിനിക്കിന്റെ ലോഗോയ്ക്ക് വേണ്ടി ഇപ്പൊ എങ്ങനെയാ കാണിച്ചത് സാർ? ഞാൻ ഒരു മിനിറ്റ് ഫോണിൽ നോക്കട്ടെ. ഒരു എത്ര സിമ്പിൾ ആണോ ഇതാണ് കളറിന്റെ കോമ്പിനേഷൻ. ആപ്പിൾ ഫോണിന്റെ ഒന്നും അറിയണ്ട, അവരുടെ ആ ലോഗോ, ആ ഒരു കഷ്ണം കഴിച്ച ആപ്പിളിലെ ആ ലോഗോ ആകുമ്പോൾ തന്നെ ഇത് ആപ്പിൾ ആണ് അറിയാം, ആ ബ്രാൻഡ്. വിൻബിളിലും അവരുടേതായിട്ട് സിമ്പിൾ ആയിട്ട് അവർ കമ്പൈൻ ചെയ്തിട്ട് വിൻ എന്നിട്ട് അതിന്റെ ആ ലോഗോ ഒറ്റയിൽ തന്നെ ഷോർട്ടായിട്ട് നിൽക്കുകയാണ്, വിൻബിൾ ലോഗോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റിസപ്ഷൻ അവിടെ വന്നിട്ട് ആ കളർ ആംബിയൻസ്, ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. Yes, sir. സാർ പറഞ്ഞ സമയത്ത് തപ്പിട്ട് എനിക്ക് കിട്ടണില്ല. അതെ, ഞാൻ നിങ്ങളുടെ സ്ലൈഡിൽ എവിടെയെങ്കിലും അതിന്റെ ലോഗോ വരുമെന്ന് വിചാരിച്ചോണ്ടിരുന്നു. ബിക്കോസ് അവസാനം വരെ കണ്ടില്ല. അതെ, ശരിയാണ്, ഞാനത് വിട്ടുപോയിട്ടോ അത് ആഡ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ഉണ്ടോ ഓൾറെഡി നിങ്ങളുടെ ഓ, സാറിന് കാണാൻ പറ്റുന്ന തോന്നിക്ക. ക്ലിയർ ആവുന്നുണ്ടോ അത്? ഇല്ല ഇല്ല ഇല്ല, ക്ലിയർ ആവുന്നില്ല. ഡോക്ടർ അനൂസ് ക്ലിനിക് അത് കൊള്ളാം, കുഴപ്പമില്ല. കാര്യം എന്താ അറിയാം, ഡോക്ടർ റെഡ്ഡീസ് ലാബ്സ് കേട്ടിട്ടില്ലേ? ഓക്കെ, അതുപോലെ ഇപ്പൊ കാണുന്നുണ്ട്, ഇപ്പൊ ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇപ്പം കാണാം കുറച്ചതായിട്ടൊക്കെ. എന്നിട്ട് ഒരു താമരയോ എന്നാണ് അപ്പുറത്ത് ഇടതുവശത്ത് താമരയാണ്. താമര താമരയാണ്. അതും മെഡിറ്റേഷൻ എന്ന് രണ്ടും കൂടെ കൺസെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് കുറച്ച് സൂക്ഷിക്കണം. താമര ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ BJP ആണോ എന്ന് പറഞ്ഞ് പിന്നെ കുറെ പേര് വരത്തില്ല കേട്ടോ. ഇന്ന് നമ്മുടെ നാട്ടില് ഈ ചെറിയ കാര്യങ്ങളെല്ലാം ദേ വിൽ ഹാവ് ബിഗ് ഇമ്പാക്ട്. അതെ, നിങ്ങൾ ഉദ്ദേശിച്ച് വേറായിരിക്കാം, പക്ഷേ പെർസെപ്ഷൻ വിൽ ബി ഡിഫറെന്റ്. ഓക്കെ, താങ്ക് യു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു.
ഇനി ആരെങ്കിലും ചേർത്തി പറയുന്നുണ്ടോ? എന്തെങ്കിലും ആരൊക്കെയാണ് ഇതിൽ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ക്ലിനിക് അതല്ലെങ്കിൽ സെന്റർ, ഓർഗനൈസേഷൻ, ആരെങ്കിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇങ്ങനെ തീരുമാനിച്ചവരോ അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നവരോ ഡ്രീം ഉള്ളവരോ? ആ എനിക്കൊന്ന് തുടങ്ങണം. തുടങ്ങണം. എന്താണ് തുടങ്ങേണ്ടത്? ക്ലിനിക്കാണ് ആദ്യം ഞാൻ ഓർത്തു, ആദ്യം ഒരു ഓൺലൈൻ തുടങ്ങി പതുക്കെ ടൗണിൽ റൂം എടുക്കണോ, അതോ ഇപ്പൊ പറഞ്ഞ പോലെ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്. പക്ഷെ വീട് ഒറ്റയ്ക്കൊരു വലിയ കോമ്പൗണ്ടിലായത്, പഴയ തറവാട്. അതുകൊണ്ട് അവിടെ തന്നെ മതിയോ? ഓൺലൈൻ തുടങ്ങിയിട്ട് നമ്മൾ ഇവിടെയാണെന്ന് ലൊക്കേഷൻ കൊടുത്താൽ വേണ്ടവർ ഇങ്ങോട്ട് വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. ടൗണിൽ പോയി റൂമൊക്കെ എടുത്തു വരണോ, അതോ എന്നും എനിക്ക് പോയി വരലും ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് മതിയോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് എല്ലാവരുടെയും ഞാൻ വിളിക്കും എന്തെങ്കിലും അഡ്വൈസോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ. ഓക്കെ, മനസ്സിലായില്ലേ? ഞാൻ ഹേമലത. മനസ്സിലായി. ഓക്കെ. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ അനുജി, ഇപ്പോഴേ നിങ്ങൾ 4 കൊല്ലായി അല്ലേ തുടങ്ങിയിട്ട്? ഈ 4 കൊല്ലത്തില് നിങ്ങളുടെ ആ ഗ്രോത്തിന്റെ, നിങ്ങളുടെ എക്സ്പെക്ട് ചെയ്ത ടാർഗറ്റും ഇപ്പോഴത്തെയും എല്ലാം മാച്ച് ചെയ്യുന്നോ, അതോ എക്സ്പെക്ട് ചെയ്യുന്ന കഴിഞ്ഞ് കടത്തി വെട്ടിയോ? എത്ര പേഷ്യൻസ് ആണ് ആവറേജ് ഫുഡ് ട്രാഫിക് എത്ര ഉണ്ട് നിങ്ങളുടെ ക്ലിനിക്കിൽ? ഓക്കെ, നമ്മുടെ തെറാപ്പി സാധാരണഗതിയിൽ നമുക്കൊരു 1.5 hours വരുന്ന ഒരു തെറാപ്പിയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിൽ തന്നെ നമുക്ക് മാക്സിമം 4 പേരെ ഒരു ദിവസം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ടാർഗറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അതിലൊരു സക്സസ് ഉണ്ടായെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് ഇല്ലായിരുന്നു, സ്റ്റാർട്ടിങ് അത്രയൊന്നും ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ ഇപ്പൊ ഫ്രീ വെബിനാർ പോലെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, നമ്മൾ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരാള് അവിടെ ഇങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലിനിക്ക് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ ശേഷം ആളുകൾ നമ്മളെ തേടി വരാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 4 പേരെയും ഡോക്ടർ അനു തന്നെയാണോ നോക്കുന്നത് ഒരു ദിവസം? അതെ, ഞാൻ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ 6 മണിക്കൂർ യു ആർ ഒരു 4 പേഷ്യന്റിനെ. ഈ പേഷ്യൻസിന് വൺ ടൈം വിസിറ്റ് ആണോ അതോ 5 സെഷൻ, അങ്ങനെ ഏതെങ്കിലും പാക്കേജ് അല്ല, ആണോ? സെഷൻ വൈസ്. വൺ ടൈം വിസിറ്റ് ഇല്ല. വൺ ടൈം വിസിറ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷെ കൂടുതലായിട്ട് നമ്മൾ അവർക്കൊരു 4 to 5 സെഷൻ ആണ് ആദ്യമേ പറയുന്നത്. അത് വെച്ചിട്ടാണ് ബാക്കി സെഷൻ അവർ വരുന്നത്. ഇപ്പൊ സ്റ്റാർട്ടിംഗ് സെഷൻ അത്ര ഉണ്ടെങ്കിലും സെക്കൻഡ് ടൈം വരുമ്പോൾ നമുക്ക് അത്രയും സമയം ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി പാക്കേജിൽ എത്ര വരുന്നുണ്ട്? അവർ ചോദിക്കുമല്ലോ എത്രയാണ് കോസ്റ്റ്. അപ്പൊ ആ കോസ്റ്റ് അവർക്ക് അഫോർഡബിൾ ആണെന്നുള്ളതിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് ഒരു ഇതിന്, സെഷന്? ഒരു സെഷൻ, സിംഗിൾ സെഷൻ ആണെങ്കിൽ 1000 to 1500 വരെ വരുന്നുണ്ട് വിത്ത് ടൈമിംഗ് നോക്കിയിട്ട്. ഇനിയിപ്പോ അതൊരു പാക്കേജസ് വരുവാണെങ്കിൽ 5 to 7,000 അടുത്ത് വരെ നമുക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് വെരി റീസണബിൾ. ഇന്നിപ്പോ നാട്ടില് ചുമ്മാ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു ലഞ്ച് കഴിക്കുമ്പോൾ തന്നെ ലഞ്ച് കഴിച്ച് 2 ഏമ്പക്കവും വിട്ട് വീട്ടിൽ വരുമ്പോൾ തന്നെ സംഗതി ഒരു 1000 രൂപ പോയി കിട്ടും. ഓക്കെ, ഗുഡ്. ഡോക്ടർ അനു എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലൊക്കെ എവിടെയാ? ഹോസ്പിറ്റലല്ല മാം, ക്ലിനിക്കാണ് വരുന്നത്. എന്റെ ക്ലിനിക്ക് പറഞ്ഞതുപോലെ ടൗണിന്റെ സെന്ററിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ടൗണിന്റേതായ യാതൊരുവിധ നോയ്സ് നമ്മളെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു സൈഡിലോട്ടേക്ക് മാറിയിട്ടുള്ളത്. എത്ര സ്ക്വയർ ഫുട്ടേജ് ഉണ്ട് നിങ്ങളുടെ ക്ലിനിക്കിന് അനുജി? നമ്മളവിടെ ഒരു സ്ക്വയർ ഫുട്ടേജിന്റെ അത് കൃത്യമായിട്ട് നമ്മളൊരു റിസപ്ഷൻ ഏരിയ, 2 കൺസൾട്ടിംഗ് റൂം, ഒരു തെറാപ്പി റൂം, ഇത്രയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്. സ്റ്റാഫായിട്ട് എത്ര പേരുണ്ട്? സ്റ്റാഫ് റിസപ്ഷനിൽ ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റും കൂടെ അവിടെ കൊടുക്കുന്നുണ്ട്. കൗൺസിലിംഗ് മാത്രമല്ല വരുന്നത്. അപ്പം ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടറും കൂടെ അവിടെ നിലവിലുണ്ട്. അതിന്റെ കൂടെ നമ്മൾ വെരിക്കോസ്ട്രീന്റെ ട്രീറ്റ്മെന്റ്, അതുപോലത്തെ കുറച്ച് ട്രീറ്റ്മെന്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വിസിറ്റിംഗ് ഡോക്ടേഴ്സും വരുന്നുണ്ട്. ഇനി ഏതെങ്കിലും സ്കൂളുകളിലൊക്കെ പോയിട്ടുണ്ടോ ഇതൊക്കെ? തീർച്ചയായിട്ടും ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് സ്കൂളിൽ പോയിട്ട്. ഓക്കെ, വെരി ഗുഡ്. So you are practicing what you are preaching. അതാണ് ആദ്യം ഞാൻ നോക്കുന്നത് എന്ന് പറയാം. ചില നന്നായിട്ട് പറയും,
പക്ഷെ അതൊന്നും തന്നെ അവർ അപ്ലൈ ചെയ്യത്തില്ല. ഞങ്ങൾ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ കാർഡിയോളജിസ്റ്റ് വേറെ ആരുമല്ല, കാർഡിയോളജിസ്റ്റ് പേഷ്യൻസ് പറയും സിഗരറ്റ് വലിക്കരുത് കേട്ടോ, നിക്കോട്ടിന് ഹാർട്ടിന് ഇതാകും. ഇങ്ങേര് ദിവസവും ഒരു പാക്കറ്റ് വലിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും ആഹാരം ഡയറ്റൊക്കെ നോക്കി നിൽക്കണം കേട്ടോ, ഇത് കുറെ എക്സസൈസും ചെയ്യണം, ഡയറ്റും. ഇങ്ങനെ നല്ല ഒരു ഗണപതിയെ പോലെ കൊടവണ്ടി കുട്ടപ്പനായിട്ടിരിക്കുന്ന കക്ഷിയാണ് കേട്ടോ, കൊടവണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ഒന്നുമില്ല. ആ കൂടി എക്സസൈസ് പറയുന്നത് കാറിൽ നിന്ന് പോലും അങ്ങ് ലിഫ്റ്റിലേക്ക് കയറത്തുള്ളൂ, പടി കയറത്തില്ല. പക്ഷേ പേഷ്യന്റ് അത് പറയുന്നത് എന്താണ്, ഇതെല്ലാം ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെ ആ ഇതിലാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ ഏതായാലും മനുജിയെ നോക്കിയപ്പോ അങ്ങനെ വല്ല തടിയും കിടിയും ഒന്നും കാണുന്നില്ല കേട്ടോ. അത് കാരണം ഐ തിങ്ക് ദാറ്റ് യു ആർ വാച്ചിങ് വാട്ട് യു ആർ ഈറ്റിംഗ് ആൻഡ് യു ആർ കീപ്പിംഗ് യുവർ സെൽഫ് ഫിസിക്കലി ഫിറ്റ്. ഓക്കെ, ഗുഡ്. താങ്ക് യു സർ. അപ്പൊ എന്തായാലും ഞാൻ ഫൈസൽ സാറിനോടാണ്. സാറിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ വിട്ടുപോയതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനൊന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇല്ല, ഓവറോൾ ഏറെക്കുറെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാം ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമായിട്ട് വരും. കാരണം പുതിയ ആളുകൾക്ക് ഒരുപാട് പിന്നെ സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. ഇത് അതെ അതെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് പിന്നെ നമുക്ക് പെട്ടെന്ന് കത്തും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ അതിൽ പറയേണ്ടി വരും. അപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ സെഷൻസും അതിൽ സെപ്പറേറ്റ് പറഞ്ഞ സെപ്പറേറ്റ് വേണ്ടി ഓരോന്ന് തന്നെ വരും. ശരിക്കും നമ്മൾ അതിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓവറോൾ ഞാനിവിടെ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ പല ആളുകൾക്കും ഒരു സെന്റർ തുടങ്ങണം അല്ലെങ്കിൽ ഒരു ക്ലിനിക്ക് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പോ ഇന്നത്തെ കാലത്ത് പണ്ട് കാലത്തെ പോലെ അല്ല, ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ പതിയെ നമുക്ക് ഓഫ്ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത് എന്ന് തുടങ്ങണം, എവിടെ തുടങ്ങണം, സിറ്റിയിൽ എടുക്കണോ അല്ലെങ്കിൽ വില്ലേജിൽ എടുക്കണോ, അപ്സ്റ്റെയർ എടുക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നതിന് പകരം യു ഹാവ് ടു സ്റ്റാർട്ട്. എന്ത് ചെയ്യണം, ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ട് എ വാട്സപ്പ് ഗ്രൂപ്പ്. ഏഹ് നിങ്ങളുടെ ലോഗോയും നിങ്ങളുടെ പേരും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് ടുഡേ എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ഡ്രീം, നിങ്ങൾക്ക് ഒരു ഒരു സെന്റർ തുടങ്ങണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനൊരു ചുവടുവെപ്പ് വെക്കുക എന്നുള്ളതാണ്. നിങ്ങളേക്ക് അതിലൊരു കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളൊരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാലയളവിൽ അതിന്റെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. എങ്ങനെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റും, അതിന്റെ ആ ചെറിയ ചെറിയ കാൽവെപ്പുകൾ നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മാർക്കറ്റിംഗ് നടത്താൻ പറ്റും. ആളുകളിലേക്ക് നിങ്ങൾക്ക് അതിനെ എത്തിക്കാൻ പറ്റും, അവയർനെസ് കൊണ്ടുവരാൻ പറ്റും. അപ്പോ യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ടുഡേ എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് വെച്ച്, നിങ്ങളുടെ കഴിവ് വെച്ച്, നിങ്ങളുടെ കണക്ഷൻസ് വെച്ചിട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് എ വാട്സപ്പ് ഗ്രൂപ്പ്. നിങ്ങളുടെ ആ ഡ്രീമിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് അതിൽ പേര് വെക്കാം, നിങ്ങളുടെ ലോഗോ വെക്കാം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നേരത്തെ ഇവിടെ അനുപം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതിൽ ഫ്രീ വെബിനാറുകൾ കൊടുക്കാം, അതിലേക്കുള്ള ആളുകളെ ആകർഷിച്ചു കൊണ്ടുവരാം, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ കൊടുക്കാം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതല്ലാതെ ഞാൻ ഒരു ബിൽഡിങ് സ്വന്തമായിട്ട് എടുക്കട്ടെ, എന്നിട്ട് അതിൽ പണിയട്ടെ, അതിൽ ഫർണിച്ചർ വരട്ടെ, എന്നിട്ട് ഞാൻ തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് നഷ്ടമായി പോകും. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ അതിന്റെ പിന്നെ വർക്കുകൾ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. മീൻ വൈൽ ഇതേപോലെ ഒരുപാട് ആളുകളെ നമ്മൾ കണക്ട് ചെയ്യുക, അവരുമായിട്ട് സംസാരിക്കുക, സെന്ററുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുക. അങ്ങനെ പതിയെ പതിയെ പതിയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടേക്ക് എത്തേണ്ടത്. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ പല ആളുകൾ പല രീതിയിലായിരിക്കും. ചില ആളുകൾ നേരിട്ട് തന്നെ പോയിട്ട് ഒരു ബിൽഡിംഗ് ഒക്കെ ഓൺ ചെയ്ത് അവിടെ ഫർണിച്ചർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യലി ഉള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എവിടെയാണോ പറ്റുക, അല്ലേ, നമുക്ക് ചിലപ്പോൾ വീടിന്റെ തട്ടുമ്പുറത്തായിരിക്കും ഞങ്ങൾക്ക് പറ്റുക, അവിടെ മതി. നിങ്ങൾക്ക് അതാണോ പറ്റുന്നത്, അവിടെ തുടങ്ങാം. നമുക്ക് വില്ലേജിലാണോ പറ്റുന്നത്, ഇപ്പൊ ഞാൻ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്റെ വിമ്പിൾ എന്ന് പറയുന്ന സ്ഥാപനം ആദ്യം തുടങ്ങുന്നത് വാട്സപ്പിലാണ്. ആദ്യം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വോയിസ് ഇട്ട് കൊടുക്കുന്നു, മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു, അതിൽ നമ്മൾ ഫ്രീ വെബിനാറുകൾ കൊടുക്കുന്നു. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനെ എന്ത് ചെയ്തു, പിന്നീട് ഞാൻ എന്റെ വീട്ടിലാണ് തുടങ്ങിയത്. സ്റ്റാർട്ടിങ് എന്റെ വീട്ടിലൊരു റൂമിലാണ് ഞാൻ തുടങ്ങി. ആ റൂമിൽ നിന്ന് തുടങ്ങി. പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവിടെ നിന്ന് മാറണം തോന്നി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു റൂം മാത്രം എടുത്തു.
മനസ്സിലായില്ലേ? പിന്നെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഈ രീതിയിലേക്ക് നമ്മൾ എത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ തുടങ്ങാന്നുള്ളതിനേക്കാൾ അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ ഇന്ന് മുതലേ തുടങ്ങണം. ഇന്ന് മുതലേ തുടങ്ങി മാത്രമല്ല, ഓഫ്ലൈനേക്കാൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ന് ഓൺലൈനാണ്. നമ്മൾ ഈ കാണുന്ന ഊബറിന്റെ ഓഫീസ് എവിടെ? അതിൽ ഊബറിന് സ്വന്തമായിട്ട് ഒരു വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല. ഇങ്ങനെ ലോകത്ത് അത്തരത്തിലുള്ള ഒരുപാട് മോഡലുകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരുപാട് കൗൺസിലിംഗ് സെന്ററുകൾ ഓൺലൈനിൽ മാത്രമില്ലേ, അവർക്ക് ഓഫീസ് പോലും ഇല്ല. അവരുടെ സ്റ്റാഫുകൾ അവിടെ ഓൾ ഓവർ ദ വേൾഡ് അവരുടെ വീട്ടിലിരുന്നാ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഈ ഓണറും വീട്ടിലായിരിക്കുന്നത്. ഓണർ എന്താ ചെയ്യുന്നത്? കോളുകൾ വരുമ്പോൾ അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് അതത് കൗൺസിലേഴ്സിന്റെ പിന്നെ കയ്യിലേക്ക് എത്തിക്കുന്നു. അപ്പൊ അതിന്റെ സിസ്റ്റം, അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അവർ മനസ്സിലാക്കി അതിന്റെ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിക്കും വലിയൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റൂ എന്നതൊക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇന്ന് ടെക്നിക്കലി ലോകം വളർന്നത് കൊണ്ടും ആളുകൾ ഇപ്പൊ നമ്മളെല്ലാവരും നോക്കിയാൽ നമ്മൾ സൂമിൽ ചെയ്ത് ക്ലാസ് കേൾക്കാം അല്ലെ? എത്ര വയസ്സുള്ള എത്ര പിന്നെ ഏജുള്ള ആൾക്കാരായി കഴിഞ്ഞാലും ചെറിയ ആൾക്കാരായി കഴിഞ്ഞാലും ദേ ആർ കൺവീനിയന്റ് അല്ലെ? അവരതിനെ ഈസി ഫ്രണ്ട്ലി ആയി എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്താണ് ഓഫ്ലൈൻ നമ്മൾ പിന്നെ അതിലേക്ക് സിസ്റ്റമാറ്റിക് ആവുന്നതോടൊപ്പം തന്നെ ഓൺലൈനുള്ള സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അതിനെ മനോഹരമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഫർദർ സെഷനുകൾ പിന്നെ എടുക്കുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനുപമന എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഓരോ ഭാഗങ്ങൾ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിങ് ഏരിയകൾ അതേപോലെ തന്നെ ഇൻ ബിറ്റ്വീനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓരോ സെഷനുകളിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടി കുറച്ചും കൂടിയും അത് എളുപ്പമാകും. അപ്പോ കൂടുതൽ പേര് ഇത്തരത്തില് നമുക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ടൊക്കെ ആളുകളിലേക്ക് പ്രവർത്തിക്കാനും ഇടപഴകാനും ഒക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നല്ലൊരു സെഷൻ ആയിരുന്നു ഓവറോൾ. നല്ല അതിനു വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്തു, PPT ഒക്കെ തയ്യാറാക്കി നല്ല രീതിയിലൊക്കെ വന്ന് പ്രസന്റ് ഒക്കെ ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ ഇന്ററാക്റ്റീവ് ആയിട്ടൊക്കെ ഇടപെട്ടു. ഡോക്ടർ വേണു സാർ സ്ഥിരം നമ്മളുടെ ഒരു എല്ലാ പ്രോഗ്രാമുകളിലും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിത്വമാണ്. അപ്പൊ അങ്ങനെ അതേപോലെ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ നമ്മുടെ അബ്ദുറസാഖ് സാർ ലീവ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഓക്കെ, സാറ് ഗൾഫിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന, അതേപോലെ തന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ സാർ എന്താ പറയുന്നുണ്ടല്ലോ, മ്യൂട്ടാണ് സാറേ. നിങ്ങളിപ്പോഴ് ആദ്യം പറഞ്ഞു, ആദ്യം വാട്സാപ്പിൽ തുടങ്ങി, നിങ്ങളുടെ വീട്ടിൽ ഒരു റൂമില് എല്ലാം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര മാസങ്ങളല്ലേ, എത്ര വർഷങ്ങളായി? ഇപ്പൊ നമ്മള് ഈ മെയ് ആകുമ്പോ നമുക്ക് ഒരു ഇവിടെ നമ്മുടെ ഈ ഓഫീസ് കേട്ടോ, ഓഫീസിന്റെ നമ്മളൊരു 3 years ആണ് ഈ മെയ് ആകുമ്പോൾ. അപ്പൊ അതിനു മുമ്പേ ഞാൻ വീട്ടില് ഒരു 3 മാസമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 years നാട്ടില് നമ്മള് 3 years. ഉഗ്രൻ 3 years ആണെന്ന് വെച്ചാൽ യുവർ ഗ്രോത്ത് ഈസ് അമേസിങ് കേട്ടോ. 3 yearsൽ ദാറ്റ് ഈസ് ശരിക്കും വെരി ഇംപ്രസീവ്. നമ്മൾക്ക് 3 yearsല് നമുക്ക് ഏകദേശം ഒരു 25+ കോഴ്സസ് ഉണ്ട്, ഏകദേശം ഒരു 25+ ഫാക്കൽറ്റീസ് ഉണ്ട്, ആൻഡ് സ്റ്റാഫുകൾ നമുക്കൊരു 15+ സ്റ്റാഫ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് റെമഡിയൽ ട്രെയിനേഴ്സ് 100+ റെമഡിയൽ ടീച്ചേഴ്സ് ഉണ്ട്, 100+ ട്രെയിനേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്. വേറെ 2 ക്ലിനിക്കുകളിൽ സൈക്കോളജി പിന്നെ ഡിപ്പാർട്ട്മെന്റ് നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്. വേറെ 2 ബ്രീഫ്ലി നിങ്ങൾ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ട് വന്നത്? നിങ്ങളുടെ ഈ സൈക്കോളജി എഡ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്? ഓക്കെ, ഗ്രേറ്റ്. ഞാന് പിന്നെ ഒരുപാട് പറയാനുണ്ട് അതില്, പക്ഷെ എന്നിരുന്നാലും ചെറിയ ഷോർട്ടായിട്ട് ജസ്റ്റ് 5 minutes കൊണ്ട് പറയാം. കാരണം നമുക്ക് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. 8 o'clock ആയി. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ട്രെയിനിങ്, എനിക്ക് സംസാരിക്കാനൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ട്രെയിനിങ് മേഖലയിൽ നേരത്തെ തന്നെയുള്ള ഒരാളാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ PG സൈക്കോളജി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് എന്തുകൊണ്ട് പിന്നെ ഈ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ആയിക്കൂടാ എന്നുള്ളതായിരുന്നു. പക്ഷെ ട്രെയിനിങ് ആണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഫോക്കസ്. നമ്മൾ തുടങ്ങിയ കോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. അതായത് പിന്നെ എങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കാം,
ഇത്തരത്തില് പിന്നെ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നല്ല നോളജ് ഉണ്ടാകും. പക്ഷെ ഇതേപോലെ തന്നെ സെഷനൊക്കെ വിളിക്കാൻ, എവിടെയെങ്കിലും ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കണം, അതല്ലെങ്കിൽ വെബിനാർ കണ്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ക്ലാസ്സുകളിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ കിട്ടുക, അതല്ലെങ്കിൽ ക്ലയൻസിനെ കിട്ടുക, അതല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് അത്തരത്തിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് കോഴ്സ് അതായിരുന്നു. കാരണം ഞാൻ നേരത്തെ ചെറുപ്പത്തിലെ തന്നെ, അതായത് ഞാൻ എന്റെ ചെറുപ്പത്തിലെ തന്നെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. വേദിയിലൊക്കെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ തന്നെ പ്രസംഗിക്കുന്ന ഒരു പ്രകൃതം ഉള്ള അങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്തുകൊണ്ട് ആളുകൾക്ക് ഇത്ര ഒരു ഫിയർ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഞാൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പോകും. എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, നീ എങ്ങനെ ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെയാണ് എന്തുകൊണ്ട് നമുക്ക് ഇവർക്കൊരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള രൂപത്തിലാണ് പ്രൊഫഷണൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സൈക്കോളജി പഠിക്കാൻ പോയത് എവിടെയാണ്? സൈക്കോളജി പഠിക്കാൻ പോയത് ഞാൻ എവിടെയാണ്? അണ്ണാമല യൂണിവേഴ്സിറ്റിയിലായിരുന്നു സാർ. അത് ഇതാണ് കോൺടാക്ട് ക്ലാസ് ആണോ അതോ ഇതാണോ, ഈ ഓൺലൈൻ ആണോ അതോ ഓഫ്ലൈൻ നമ്മൾ ക്ലാസ് ഓഫ്ലൈൻ ആയിരുന്നു? ഉണ്ട്, അത് രണ്ടും ഉണ്ടായിരുന്നു. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആണ് രണ്ടും. അവിടെ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഹൈബ്രിഡ്. അവിടെ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ. പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MA സൈക്കോളജി ഉണ്ട്, 2 PG ഉണ്ട്. പിന്നെ ഓക്കെ. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്തപ്പോൾ ഇതേപോലെ കുറെ ആളുകൾ നന്നായിട്ടുള്ള ഡെവലപ്മെന്റ് കണ്ടു. നമ്മൾ ട്രെയിൻ ചെയ്ത ആളുകളിൽ അധികം പേരും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് ചെയ്തു, അവർ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോ അങ്ങനെയാണ്, അതായത് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് തന്നെ ഒന്ന് പെർഫോം ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രൂപത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് നമ്മുടെ അകത്തുള്ളവരും പുറത്തുള്ളവരുമായിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റിനെ നമുക്ക് കിട്ടി. പിന്നെ അങ്ങനെ സൈക്കോളജി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തു. പിന്നെ നമ്മളൊരു ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ഫീയിൽ ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ 500 റുപ്പീസ് 600 റുപ്പീസ് ആ രീതിയിലാണ് മാക്സിമം നമ്മൾ ടാർഗറ്റ് ചെയ്തത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് നമ്മൾ അവരെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ കുറച്ചും കൂടിയും അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു USP എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഫീ ആണല്ലോ, അപ്പോൾ എല്ലാവരും അട്രാക്ട് ചെയ്യും, നമുക്കിത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് വരും. അപ്പൊ നമുക്കിവിടെ പ്രോഫിറ്റ് കുറഞ്ഞാലും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ സേവനങ്ങൾ എത്താം, മാക്സിമം ആളുകളിലേക്ക് അത് എത്താം എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് കുറഞ്ഞ ഫീയിൽ കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സാർ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവർക്ക് ഉം. സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജി സെന്റർ ഇടാൻ പറ്റുമോ? അത് പിന്നെ ഇഗ്നോയിൽ പഠിച്ചവർക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത് ഒരു കൃത്യമായിട്ട് നമുക്ക് അതിനൊരു ആൻസർ പറയാൻ നമുക്ക് പറ്റില്ല. കാരണം സെന്റർ ഇടാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ചിന്തിക്കാം. നമ്മളിപ്പോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ സെന്റർ ഇടുമ്പോൾ നമ്മൾ തന്നെ അവിടെ വർക്ക് ചെയ്യണമെന്നില്ലല്ലോ. വൈ ഷുഡ് ബി അപ്പോയിന്റ് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്? നമ്മൾ തന്നെ കൗൺസിലിംഗ് ചെയ്യണം എന്ന് നിർബന്ധം. ഒരു സെന്റർ ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെ അവിടെ കൗൺസിലിംഗ് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലല്ലേ നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നത്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആവണമെന്നാണല്ലോ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ആ വ്യക്തി എങ്ങനെയാ അതിൽ ഇമ്പ്രൂവ് ചെയ്യണേ? അവർക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിലേക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട്, അവിടെ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ പോകുമ്പോഴാണ് അവിടെ പ്രയാസം വരിക. അപ്പൊ അവിടെ എന്തായാലും ഒരു പിന്നെ ഇപ്പൊ ഈവൻ റെഗുലർ ആയിട്ട് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും സാധാരണ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുകൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു LD അസസ്മെന്റ് ഒക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ വേണം. അപ്പോൾ അവിടെ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ രീതിയിലേക്ക് RCI ലൈസൻസ് ഉള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കോഴ്സുകൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോ ഇഗ്നോ പോലെയുള്ള അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ലിമിറ്റേഷനിൽ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അതല്ലെങ്കിൽ നമ്മളൊരു ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ടോ സ്ഥാപനമോ തുടങ്ങുകയാണെങ്കിൽ അതിന് റെലവെന്റ് ആയിട്ടുള്ള ആളുകളെ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. അതിന് ഇപ്പൊ ഒരാളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഉപയുക്തമായിട്ടുള്ള ആളുകളെ നമ്മൾ അപ്പോയിന്റ് ചെയ്യണം. അത് മാത്രം നമ്മൾ ചെയ്യും. നമുക്കപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതാണിത് പറഞ്ഞത്. അതായത് അബ്നോർമൽ ആയിട്ടുള്ള കേസുകൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് റെഫറൻസ് കൊടുക്കാലോ. റെഫറൻസ് കൊടുക്കണം.
അതെ, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. അതാ ഞാൻ ചോദിച്ചത്, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുമോ? അതെ അതെ, കൗൺസിലിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, ഓക്കെ, ഉം. താങ്ക് പിന്നെ ഇതിനൊക്കെ ഞാൻ ഈ ഇപ്പൊ നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെല്ലാം ഒരു കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അതായത് നിലവിൽ ഇതിന്റെ പിന്നെ നിയമങ്ങൾ ഇപ്പോ കുറച്ചും കൂടിയും പിന്നെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഒരു ക്ലാരിറ്റി സത്യത്തിൽ ഇല്ല നിലവില്. നിങ്ങൾ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്ന് വെക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവിടെ PG പിന്നെ റെഗുലർ പഠിച്ചവർക്കാണോ, അതല്ലെങ്കിൽ ഡിസ്റ്റന്റ് പഠിച്ചവർക്ക് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു നിയമപരമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷെ ആ ക്ലാരിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്താണല്ലോ ഓൺലൈൻ ആയിട്ടുള്ള സൈക്കോളജി പിന്നെ ഡിഗ്രി കോഴ്സുകൾ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ്ലി UGC എന്ത് ചെയ്തു, റദ്ദാക്കിയിട്ട്. ഇപ്പൊ IGNOU പോലും എന്ത് ചെയ്തു, ഈ വർഷത്തോടു കൂടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അഡ്മിഷൻസ് എടുക്കുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ നിയമങ്ങൾ വരും. നിയമങ്ങൾ വരുമ്പോൾ അതായത് ഇതൊരു ഹെൽത്തിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാണ്. പിന്നെ ഹെൽത്തിന്റെ അലൈഡ് ഹെൽത്തിന്റെ അണ്ടറിലേക്കാണ് സൈക്കോളജി അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും കടന്നു വരുന്നത്. അലൈഡ് ഹെൽത്തിന്റെ അണ്ടറിലേക്കാണ്. അപ്പൊ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ആ നിയമത്തിന്റെ ഉള്ളിൽ പറയാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചവർക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ദെൻ പറ്റില്ല. അവിടെ അതാണ് നിയമം വരിക. അപ്പോൾ ഇപ്പോൾ കറന്റ്ലി നമുക്ക് അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇല്ല. ബട്ട് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ ദെൻ ആ റൂളിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം UGCയുടെ പുതിയ നിയമം വന്നു. ആ നിയമത്തോടുകൂടി ആ കോഴ്സ് എന്തായി, റദ്ദായി. അപ്പോൾ ഇതുവരെ പഠിച്ചവർക്ക് വാലിഡിറ്റി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. ബട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിലുകൾ വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യേണ്ടി വരും. ഓക്കെ സാർ, ഹലോ ഓക്കെ. സാർ, ഫൈസൽ സാർ, ഞാൻ ഉം. ശൈല ടീച്ചറാണ്. പറയൂ സാറേ, ശൈല. ഞാൻ ചോദിക്കുന്നത്, ആക്സിഡന്റലി ഞാൻ ഇതിനകത്ത് കയറിയ തുടക്കം മുതൽ എനിക്ക് കാണാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന്റെ ഒരു ആൻസർ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമയമില്ലെങ്കിൽ കയറിയത്. കാര്യം ഞാൻ ഫാമിലി കൗൺസിലിംഗില് കേരള യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് പാസ്സായിട്ടുള്ള ആളാണ്. ഉം. അപ്പം എനിക്കൊരു കൗൺസിലിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്. ഉം. അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു സാധ്യത എനിക്ക് തോന്നിയത്. എന്താ വെച്ചാൽ നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലേ? ഓ നമുക്കൊരു യെസ്, സെന്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അതിന്റെ ചെയ്താൽ ഒരു മതിയോ? സാധ്യത. സി, ആ, നമ്മൾക്കൊരു ഹോസ്പിറ്റലിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടർ ആവേണ്ട ആവശ്യമില്ലല്ലോ. വേണോ? നമുക്ക് ഓക്കെ. ഡോക്ടർ അപ്പോയിന്റ് ചെയ്താൽ പോരെ? അതെ, അപ്പൊ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ നമുക്ക് രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരാളാണ്. എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഉം. കേരള യൂണിവേഴ്സിറ്റിയുടെ. പക്ഷേ ഉം. അത് നമ്മൾ 6 മാസത്തെ കോഴ്സ് ഞാൻ പഠിച്ചതാണ്, പോസ്റ്റ് ഉം. ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫാമിലി കൗൺസിലിംഗ്. അത് ഉം. വെച്ചിട്ട് സ്റ്റുഡൻസിനെയൊക്കെ നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്തൊരു എക്സ്പീരിയൻസ് അല്ലാതെ ഉം. ഇതിപ്പോ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്, ഒരു പ്ലാനിൽ ഇരിക്കുകയാണ്. ഉം. അപ്പൊ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് സപ്പോർട്ട് സെന്ററും ക്ലിനിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം. അതെ വ്യത്യാസം. അതെ കൗൺസിലിംഗ് അതെ സെന്റർ വേറെ, ക്ലിനിക്ക് വേറെ. അപ്പോ അതെ. ഹീലിംഗ് സെന്റർ വേറെ, വെൽനെസ് സെന്റർ വേറെ, ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പോൾ ഇത് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പഞ്ചായത്തിലായി കഴിഞ്ഞാലും അതിനോട് റിലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കും. മനസ്സിലായില്ല? അപ്പൊ ആ സർട്ടിഫിക്കറ്റിന് അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ലൈസൻസ്, അതായത് അവിടുത്തെ അതെ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്നതിനെ അതെ. അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈസൻസ് എടുക്കേണ്ടത്. അപ്പൊ അവിടെ ഒരു ക്ലിനിക് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താണ് ലൈസൻസുകളിൽ വ്യത്യാസം വരും. അതിന് ആവശ്യമായിട്ടുള്ള ആളുകളെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടി വരും. കൗൺസിലിംഗ് സെന്റർ എന്ന് പറയുമ്പോൾ അവിടെ കൗൺസിലിംഗ് റിലേറ്റഡ് കൗൺസിലിംഗ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവർ എടുക്കണം. കാരണം പല ആ സ്ഥലത്തും ഇപ്പോ ചിലർ പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ പഞ്ചായത്തുകളിൽ അതല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ചിലർ സ്വീകരിക്കുന്നുണ്ട്, ചിലർ സ്വീകരിക്കുന്നില്ല. ചെറിയ കോഴ്സുകൾ ഡിസ്റ്റന്റ് ആയിട്ടുള്ളത് ചില സ്ഥലങ്ങളിൽ സ്വീകരിക്കുന്നില്ല, ചില സ്ഥലത്ത് സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവരത് സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു ഘടകം, നമ്മളൊരു സൈക്കോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സൈക്കോളജി പിന്നെ മേഖലയിൽ നമുക്ക് സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോളുകൾ മാറുമ്പോൾ നമ്മൾ ഉപയുക്തമായിട്ടുള്ള ആളുകളെ നമ്മുടെ കൂടെ ചേർത്താൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് കൗൺസിലിംഗ് സെന്റർ ആയിട്ട് തുടങ്ങാനുള്ള ഒരു ലൈസൻസ് നമുക്ക് കിട്ടുള്ളല്ലോ. ഓ, കൗൺസിലിംഗ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് റെഫർ ചെയ്താൽ മതിയല്ലോ. നമുക്ക് റെഫർ ചെയ്താൽ മതി. ഇങ്ങനെയുള്ളടത്ത് നമ്മുടെ കോണ്ടാക്ട്സിൽ ഇട്ടിട്ട് നമ്മൾ അതെ റെഫർ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ അതെ നമുക്ക് സെന്റർ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? അതെ അതെ. യെസ്.
പിന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും നമ്മൾ ചെയ്യാന്നുള്ളത് ഒരു ചിന്താഗതി, ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിൽ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യും ഒരു കാരണവശാലും അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. എന്താണ് ഇതിനെക്കുറിച്ച് കുറെ പറയാൻ. അതായത് ഞാൻ തന്നെ സെന്റർ തുടങ്ങി, ഞാൻ തന്നെ ക്ലാസ് എടുക്കുക, ഞാൻ തന്നെ കോൾ അറ്റൻഡ് ചെയ്യുക, ഞാൻ തന്നെ ക്ലാസ് എടുക്കാം, പുറത്ത് ക്യാമ്പ് എടുക്കാൻ പോവാ. ഈ പരിപാടി എന്തല്ല, ഇതൊരു ക്ലിനിക്ക് അല്ലെങ്കിൽ ഒരു അതൊക്കെ ഒരു സെന്റർ, ഒരു ബിസിനസ് മൈൻഡ് സെറ്റ്, ഓൺടർപ്രണർഷിപ്പ് ഉള്ള ആളുടെ മൈൻഡ് സെറ്റ് ആവരുത്. അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത്. അതായത് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യേണ്ടത് പകരം നമ്മൾ ഇവിടെ സെന്റർ ഇട്ടിട്ട് അവിടെ വന്ന് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള സെറ്റപ്പ് അല്ല, മറിച്ച് നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമിനെ ബിൽഡപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ പോയിരുന്ന് കൗൺസിലിംഗ് ചെയ്യാന്നുള്ളതിനേക്കാൾ നമുക്ക് ഒരു ദിവസം എത്ര സമയം ഉണ്ടാവും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ ഡോക്ടർ അനുമയം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നാല് പേഷ്യന്റ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ബേൺ ഔട്ട് ആയി പോകും, അല്ലെ? എന്തുകൊണ്ട് നമുക്ക് 4 പേർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് ഒരു ദിവസം ആ 4 പേര് 4 ആളെ കണ്ടു കഴിഞ്ഞാൽ 16 പേരായില്ലേ? മനസ്സിലായില്ലേ? അതായത് നമ്മൾ 4 പേരെ കാണുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ 4 പേരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പേര് 4 പേരെ വെച്ച് കാണും. അപ്പൊ 16 പേര് ഒരു ദിവസം കണ്ടു, അല്ലെ? അപ്പൊ ഇതാണ് വ്യത്യാസം. അതായത് ആ മൈൻഡ് സെറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് അതിനെ ആ ഒരു ബിസിനസ് മോഡലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ സെൽഫ് എംപ്ലോയ്മെന്റിലേക്ക് നിന്ന് ബിസിനസ് മോഡലിലേക്ക് നമ്മൾ മാറുള്ളൂ. മറ്റേത് എന്താ, കാലാകാലം സെൽഫ് എംപ്ലോയ്. അതായത് ഞാൻ പനി പിടിച്ചിട്ട് ഒരാഴ്ച ഞാൻ കിടന്നു കഴിഞ്ഞാല് പിന്നെ എനിക്ക് വരുമാനമില്ല. എന്താ, ഞാൻ പോയിട്ടാണ് അവിടെ ക്ലിനിക്കൽ കൗൺസിലിംഗ് എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ആ ഒരാഴ്ച ഞാൻ പനി പിടിച്ച് കിടന്നപ്പോ ആരും വരൂല, ഓഫീസ് പൂട്ടി. അങ്ങനെ ആവരുത്. ഞാൻ പനി പിടിച്ച് കിടന്നാലും, ഞാൻ വയനാട് ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാലും, ഞാൻ ഇനി ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാലും ക്ലിനിക്ക് അവിടെ എന്തായിരിക്കണം? ഓൺ റണ്ണിങ് ആയിരിക്കണം. അതാണ് ബിസിനസ് മോഡൽ. ബാക്കി എല്ലാം സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. നിങ്ങൾ ഓൺലൈനിൽ നടത്തിയാലും ഓഫ്ലൈനിൽ നടത്തിയാലും എന്താണ്? സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. നമ്മൾ സ്വന്തം ചെയ്യുന്നു, നമ്മളെല്ലാം ചെയ്യുന്നു. അപ്പൊ അതിൽ നിന്ന് ആ മൈൻഡ് സെറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ് മോഡലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊണ്ടുവരണം. അപ്പോ അതാണ് ജസ്റ്റ് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ, ബിസിനസ് റിലേറ്റഡ് ക്ലാസ്സുകളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. ബട്ട് സമയമില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കണം. അപ്പൊ ഞാൻ ഡോക്ടർ അനുമയമൊക്കെ ഇങ്ങനത്തെ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വിൽ കൊളാബ് ആൻഡ് വിൽ ഡു ഇറ്റ് സംതിങ്. കാരണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു എക്സ്പീരിയൻസും അവർക്കതൊരു മോട്ടിവേഷൻ ഒക്കെ ആയിരിക്കും. വി വിൽ തിങ്ക്, ഓക്കെ, നമുക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാം. നമുക്ക് അത്തരം ഒരു ബിസിനസ് മോഡൽ ചർച്ചകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പൊക്കെ നമുക്ക് ഫോം ചെയ്യണം. അപ്പോ നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ നിർത്താണ്, കാരണം 8:15 എനിക്ക് ക്ലാസ് ഉണ്ട് വേറെ. 8:10 ഞാൻ അതിൽ കയറുന്നതാണ്. ബട്ട് എന്നിരുന്നാലും ചോദ്യം ചോദിച്ചപ്പോഴങ്ങനെ സംസാരിച്ചു പോയതാണ് കേട്ടോ. അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങൾ, സ്നേഹങ്ങൾ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോ ഡോക്ടർ അനുമയം, അതേപോലെ തന്നെ അബ്ദുൾ റസാഖ് സാർ, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇനിയും വരണം. ഓക്കെ, ഓക്കെ 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 അല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് കാര്യങ്ങൾ. ഓക്കെ താങ്ക് യു. താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ.